ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എറർ ഡിറ്റക്ഷൻ പഠിച്ചു അല്ലേ, ഡാറ്റ ലിങ്ക് ലെയറിൽ എറർ ഡിറ്റക്ഷൻ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്ന് പറയാൻ പോകുന്ന പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് എറർ കറക്ഷനാണ്. എങ്ങനെ എററിനെ കറക്റ്റ് ചെയ്യാന്നുള്ളത്. ഇവിടെ പറയുന്ന മെത്തേഡ്സ് കുറച്ചൊക്കെ എറർ ഡിറ്റക്ഷനും കറക്ഷനും കൂടി കോമൺ ആയിട്ടുള്ള മെത്തേഡ്സാണ് പറയുന്നത്. അപ്പോൾ കുറച്ചൊക്കെ റിപ്പീറ്റേഷൻ ഉണ്ടാവും. ഓക്കെ, എന്താണ് എറർ കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. Receiver can have the sender retransmit the entire data unit. എന്താണ്, റിസീവറിന് സെൻഡറിൻ്റെ അടുത്ത് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യാൻ പറയാം. ഡാറ്റ യൂണിറ്റിനെ വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയാം എൻ്റയർ ഡാറ്റ യൂണിറ്റിനെ. റിസീവർ ക്യാൻ യൂസ് എറർ കറക്റ്റിംഗ് കോഡ് വിച്ച് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് സർട്ടൈൻ എറേഴ്സ്. അല്ലെങ്കിൽ റിസീവറിന് ഒറ്റയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ കിട്ടിയിട്ടുള്ള എററിനെ കറക്റ്റ് ചെയ്യാം. രണ്ട് കാര്യങ്ങളാണ് എറർ കറക്ഷനിൽ വരുന്നത്. ഒന്നുകിൽ സെൻഡറിൻ്റെ അടുത്ത് വീണ്ടും ആ ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ റിസീവറിന് ഒറ്റയ്ക്ക് ആ എറർ കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ സിംഗിൾ ബിറ്റ് എറർ കറക്ഷനാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. സിംഗിൾ ബിറ്റ് എറർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സിംഗിൾ ബിറ്റ് എററാണുള്ളത്, സിംഗിൾ CSC എററാണ് ഉള്ളത്. എന്താണ്, ഒരു ബിറ്റേ എറർ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, അതിനുള്ള ഒരു മെത്തേഡാണ് ഹാമിംഗ് കോഡ് എന്ന് പറയുന്നത്. ഹാമിംഗ് കോഡ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ള ഡെഫിനിഷൻ നോക്കുക. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് എറർ കറക്ഷൻ കോഡ്സ് that can be used to detect and correct errors that can occur when the data is moved or stored from sender to receiver. ഡാറ്റ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് മൂവ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുക ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എറേഴ്സിനെ കറക്റ്റ് ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് എറർ കറക്ഷൻ കോഡ്സ് ആണ് ഹാമിംഗ് കോഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡെവലപ്ഡ് ബൈ RW ഹാമിംഗ്. എറർ കറക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ടു ബോത്ത് എറർ കറക്ഷൻ ആൻഡ് എറർ ഡിറ്റക്ഷൻ ഹാമിംഗ് കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഹാമിംഗ് കോഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റിഡൻഡൻറ്റ് ബിറ്റ്സിനെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് റിഡൻഡൻറ്റ് ബിറ്റ്സ് എന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ കുറച്ച് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിലുള്ള ഡാറ്റയുടെ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് M ആണെന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് ഡാറ്റ ബിറ്റ്സ് M ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്പർ ഓഫ് ബിറ്റ്സ് ടു ബി സെൻഡ് ചെയ്യേണ്ട ബിറ്റ്സ് M ആണ്. R എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ R എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യാണ്. നമ്മളുടെ സെൻഡറിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമർ യൂസ് ചെയ്യുന്ന ലോജിക്കിൻ്റെ പ്രകാരം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലേ. ഈ R എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ R ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു M എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡാറ്റ ബിറ്റ്സ് ആണ്, R എന്ന് പറയുന്നത് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് M+R ആണ് അല്ലേ. ഈ R ചൂസ് ചെയ്യുമ്പം നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. 2r 2r അല്ല കേട്ടോ, 2r ആണ്, 2⁴ ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M+R+1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആറിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചൂസ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മളുടെ M എന്ന് പറയുന്നത് 7 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 2r നമ്മൾ കണ്ടുപിടിച്ചില്ല, ഈക്വൽ ടു എന്താണ്, M+R+1 അല്ലേ. അതായത് 2r ഈക്വൽ ടു 8+R അല്ലേ. അപ്പോൾ അവിടെ 2r ഇപ്പോൾ 2² ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2r ഈക്വൽ ടു 7 + 8+R ആണെന്ന് വന്നത് അല്ലേ. അപ്പോൾ അവിടുത്തെ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കണം, 8+4ഉം 2⁴ഉം. നോക്കൂ എങ്ങനെയാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലേ. അപ്പോൾ അവിടെ നമ്പർ ഓഫ് റിഡൻഡൻറ്റ് ബിറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു, അതായത് R ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് പറഞ്ഞിടാം. R ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ വരിക, 2⁴ എത്രയാ, 2. 2 ഈക്വൽ ടു 8+1 ആണോ, അല്ല, 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ എന്ത് വന്നു, 2⁴ 4. 4 ഈക്വൽ ടു 7+4+1 8+1 12 ആണോ, അല്ല. ഇനി R ഈക്വൽ ടു 3 ആണെങ്കിലോ, 2⁵ 8. 8 + 3
11 അല്ലേ? അപ്പോൾ അത് തെറ്റിപ്പോയി. 8ഉം 11ഉം ആയി. 2⁴ 16. 7 + 4 + 1 8 + 4 12 അല്ലേ? അപ്പോൾ നോക്കൂ, 16 > 12 ആണ്. ഇതുവരെയും എന്തായിരുന്നു? ലെസ് ദാൻ ആയിരുന്നു വന്നിരുന്നത് അല്ലേ? ഫസ്റ്റ് കേസ് എടുത്തപ്പോഴും സെക്കൻഡ് കേസ് എടുത്തപ്പോഴും ഒക്കെ ലെസ് ദാൻ ആണ്. ഈ ഇക്വേഷനിൽ ലെസ് ദാൻ ആണ് വന്നിരുന്നത്. ഇപ്പോഴാണ് എന്ത് വന്നത്? 12 അല്ലെങ്കിൽ 16 > 12 വന്നു അല്ലേ? അതുകൊണ്ട് നമ്മൾ ആറിൻ്റെ വാല്യൂ എന്താക്കിയെടുത്തു? 4 ആക്കിയെടുത്തു. അപ്പോൾ ആറിൻ്റെ വാല്യൂ 4 ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് റിഡൻഡൻറ്റ് ബിറ്റ്സ് എന്താണ്? 4 ആണ്. ഇനി ഈ നമ്പർ ഓഫ് റിഡൻഡൻറ്റ് ബിറ്റ്സിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം? ഈ ഡാറ്റ യൂണിറ്റിൽ എവിടെ പ്ലേസ് ചെയ്യണം എന്നാണ് അടുത്ത പ്രശ്നം വരുന്നത് അല്ലേ? മറ്റേ CRCയിലൊക്കെ സൈക്ലിക് റിഡൻഡൻസി ചെക്കിലൊക്കെ നമ്മൾ ചെയ്തിരുന്നത് അറ്റ് ദ എൻഡിൽ നമ്മൾ സീറോസ് ആയിട്ട് ആഡ് ചെയ്തു, എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയ റിമൈൻഡർ ആ എൻഡിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ആഡ് ചെയ്തത്. റിഡൻഡൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്തത് എൻഡിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഹാവിങ് കോഡിൽ ചെയ്യുന്നത് ആ റിഡൻഡൻറ്റ് ബിറ്റ്സ് നമ്മൾ ഈ ഡാറ്റയുടെ ഇടയിൽ കൊടുക്കാൻ പോവാണ്. അപ്പോൾ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ നമ്മൾ ചെയ്യുന്ന റൂളാണ് ദീസ് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആർ പ്ലേസ്ഡ് at the positions which correspond to power of 2. Power of 2 നോക്കുക. Power of 2 എന്താ? 2⁻0 = 1. അപ്പോൾ ആദ്യത്തെ റിഡൻഡൻറ്റ് ബിറ്റ്സിനെ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ ആഡ് ചെയ്യും. ഓക്കെ, 2⁻1 = 2. രണ്ടാമത്തെ റിഡൻഡൻറ്റ് ബിറ്റിനെ സെക്കൻഡ് പൊസിഷനിൽ ആഡ് ചെയ്തു. 2⁻2 4. മൂന്നാമത്തെ റിഡൻഡൻറ്റ് ബിറ്റിനെ ഫോർത്ത് പൊസിഷനിൽ ആഡ് ചെയ്യും. 2⁻3 = 8. നാലാമത്തെ റിഡൻഡൻറ്റ് ബിറ്റിനെ എയ്ത്ത് പൊസിഷനിൽ ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എന്ത്? ഈ 4 ബിറ്റിനെ R1, R2, R3, R4 എന്ന് വിളിക്കുന്ന 4 ബിറ്റിനെ ഫസ്റ്റ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും എയ്ത്ത് പൊസിഷനിലുമാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആദ്യം എത്ര ഡാറ്റ യൂണിറ്റ് ഉണ്ട് നോക്കി, അതിന് 2⁻r ≥ m + r + 1 എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫസ്റ്റ് ആറിനെ കണ്ടുപിടിച്ചു. ആ ആർ എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 4. അപ്പം നമ്പർ ഓഫ് റിഡൻഡൻറ്റ് ബിറ്റ്സ് എത്രയായി? 4 ആയി. ഇനി ആ 4 ബിറ്റിനെ നമ്മൾ എവിടെ ആഡ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് നോക്കി? പവർ ഓഫ് 2 നോക്കി. ഈച്ച് പവർ ഓഫ് 2 നോക്കി. 2⁻0, 2⁻1, 2⁻2, 2⁻3 എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനുകളിൽ 1, 2, 4, 8 എന്ന് പറഞ്ഞിട്ടുള്ള ബിറ്റ് പൊസിഷനിലാണ് നമ്മൾ ആരെ ആഡ് ചെയ്യാൻ പോകുന്നത്? ഈ റിഡൻഡൻറ്റ് ബിറ്റ്സിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ദാ കണ്ടോ, D1, D2, D4, D8 റിഡൻഡൻറ്റ് ബിറ്റ്സിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് 101101 ആണെന്ന് വിചാരിക്കുക. ഇതും നമ്മൾ പറയുന്നത് തന്നെയാണ് കേട്ടോ, എറർ കറക്റ്റിംഗ് ബിറ്റ്സ് എവിടെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ എറർ കറക്റ്റിംഗ് ബിറ്റ്സിൽ നമ്മൾക്ക് പാസ് ചെയ്യേണ്ട ഡാറ്റ എന്താണെന്നാണ് പറഞ്ഞത്? 101101. അത് നമ്മൾ എവിടെ ആഡ് ചെയ്യാൻ പോകുന്ന അറിയോ? 1 0 1. പിന്നെ ഇവിടെ റിഡൻഡൻറ്റ് ബിറ്റ് അല്ല ഈ പൊസിഷനിൽ വരുന്നത്. അപ്പോൾ അടുത്ത ഡാറ്റ നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, 1 0 1 1 0 0 1. ഓക്കെ, ഇത്രയും പൊസിഷനിൽ ഉള്ള ഡാറ്റേനെ, നമ്മുടെ കയ്യിലുള്ള ഡാറ്റേനെ പ്ലേസ് ചെയ്യും. R1, R2, R4, R8 ഫില്ല് ചെയ്യാൻ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിലുള്ള ഡാറ്റേനെ ആഡ് ചെയ്തു. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? നമ്മുടെ 7 ബിറ്റ് ഡാറ്റേനെ നമ്മൾ ഈ സീക്വൻസിൽ നമ്മൾ ആഡ് ചെയ്തു. ഇനി റിഡൻഡൻറ്റ് ബിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് R1 ആണ്. ഓക്കെ, അപ്പോൾ R1 കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതവിടെ ശ്രദ്ധിക്കുക. കണ്ടോ, നമ്മൾ റിഡൻഡൻറ്റ് ബിറ്റ്സിനുള്ള പ്ലേസ് ഒഴിച്ചിട്ടുണ്ട്, ബാക്കി ഫില്ല് ചെയ്തിട്ടുണ്ട് ഈ ഫിഗറിൽ. കണ്ടോ, ഇനി R1 ബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ മെത്തേഡ് എന്ന് പറയുന്നത് പാരിറ്റി ചെക്കാണ്. അതായത് എവിടെയൊക്കെ പാരിറ്റി ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. എവിടെയൊക്കെ പാരിറ്റി ചെക്ക് ചെയ്യണം?
at all the bits positions whose binary representation includes a 1 in the least significant position. അതായത് ബൈനറി റെപ്രസെൻറ്റേഷൻ 1 2 3 4 5 6 7 8 9 10 11 വരെയുള്ളതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതി നോക്കുക. അതിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ LSBയിൽ 1 ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയതാണ് 1 3 5 7 9 11. ഇത്രയും പൊസിഷനിൽ എന്താ കിട്ടിയത്? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 ആണ് കിട്ടിയത്. കണ്ടോ? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 ആണ് കിട്ടിയത്. കണ്ടോ? അപ്പോൾ ഇത്രയും പൊസിഷനിലത്തെ പാരിറ്റി ചെക്ക് ചെയ്യുക. പാരിറ്റി ചെക്ക് ചെയ്യുക പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് വൺസ് കൗണ്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? R1ലത്തെ നമുക്കറിയില്ല, വിടുക. R3 നോക്കി, തേർഡ് പൊസിഷൻ നോക്കി, തേർഡ് പൊസിഷനിൽ 1, അപ്പോൾ നമ്പർ ഓഫ് വൺസ് 1 ആയി. ഫിഫ്ത്ത് പൊസിഷൻ 0 നോക്കണ്ട. സെവൻത്ത് പൊസിഷൻ 1, അപ്പോൾ നമ്പർ ഓഫ് വൺസ് 2 ആയി. ഇനി 9th പൊസിഷൻ വീണ്ടും 1, അപ്പോൾ നമ്പർ ഓഫ് വൺസ് 3. 11th പൊസിഷൻ വീണ്ടും 1, അപ്പോൾ നമ്പർ ഓഫ് വൺസ് 4. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 4. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൺ പാരിറ്റി. ഈവൺ പാരിറ്റി ആകുമ്പോൾ നമ്മൾ ഏതാ ആഡ് ചെയ്യേണ്ടത്? 0. കാരണം നമ്മളുടെ ഉദ്ദേശം ടോട്ടൽ ഈവൺ പാരിറ്റി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് റിഡൻഡൻറ്റ് ബിറ്റ് എന്തായി കിട്ടി? R1. ഓക്കെ, അപ്പോൾ ഈ R1ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതും? R1ൻ്റെ സ്ഥാനത്ത് 0 എന്ന് നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് R1 ഈസ് 0 കിട്ടി. ഓക്കെ ആണോ? R1 കണ്ടുപിടിച്ചത് മനസ്സിലായോ? എല്ലാ നമ്പറിൻ്റെയും ബൈനറി റെപ്രസെൻറ്റേഷൻ എഴുതി, അതിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 വരുന്ന പൊസിഷൻ എടുത്തു. ആ പൊസിഷനിലത്തെ പാരിറ്റി ചെക്ക് ചെയ്തു. പാരിറ്റി ചെക്ക് ചെയ്തിട്ട് അത് ഈവൺ ആണെങ്കിൽ 0 ആഡ് ചെയ്യുക, ഓഡ് ആണെങ്കിൽ 1 ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ R1 കണ്ടുപിടിച്ചു. ഇനി ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ R2, R4, R8 കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, R2ൻ്റെ വാല്യൂ എന്താണ്? R2 കണ്ടുപിടിക്കണമെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അല്ല, ഏത് ബിറ്റാ? സെക്കൻഡ് പൊസിഷനിൽ 1 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ വരുമ്പോൾ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്തു. ഏതൊക്കെയായിരുന്നു? 11th പൊസിഷൻ, പിന്നെ 10th പൊസിഷൻ, 7th, 6th, 3rd, 2nd. കണ്ടോ? എല്ലാറ്റിലും 2⁻1 എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിൽ എന്ത് വരുന്നതാണ്? 1 വരുന്ന പൊസിഷനാണ്. നോക്കൂ, അവിടുത്തെ പാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, 1 0 1 0 1. പിന്നെ R2 നമുക്കറിയില്ല. അപ്പോൾ അവിടെ നമ്പർ ഓഫ് വൺസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ അവിടെ ഓഡ് പാരിറ്റിയാണ്. അതുകൊണ്ട് വാല്യൂ ഓഫ് R2 എന്ന് പറയുന്നത് 1 ആയി. R2ൻ്റെ വാല്യൂ 1. കണ്ടോ? R1 നമ്മൾ ഫില്ല് ചെയ്തു, 0 ആയി. R2ൻ്റെ വാല്യൂ 1. അടുത്ത സ്റ്റെപ്പിൽ R1ഉം R2ഉം ഓക്കെ ആയി. കണ്ടോ? ഇനി R4 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. R4 കണ്ടുപിടിക്കണമെങ്കിൽ 2⁻2 എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിൽ 1 ഉള്ള ബൈനറി നമ്പേഴ്സ് കണ്ടുപിടിച്ചു. കണ്ടോ? തേർഡ് പൊസിഷനിൽ 2⁻2 എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിൽ 1 ഉള്ള നമ്പേഴ്സ് കണ്ടുപിടിച്ചു. ഏതൊക്കെയായിരുന്നു? 7 6 5 4. ഇതിൻ്റെ പാരിറ്റി ചെക്ക് ചെയ്തു. ഇതിൻ്റെ പാരിറ്റി നോക്കൂ, ഒരൊറ്റ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്താണ്? ഓഡ് പാരിറ്റിയാണ്. അപ്പോൾ അതിനെ ഈവൺ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഒരു 1 ആഡ് ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് വാല്യൂ ഓഫ് R4 എന്ന് ഈക്വൽ ടു 1. R4ഉം ഫില്ല് ചെയ്തു. അതേപോലെ R8 നോക്കി. R8 എങ്ങനെ ഫില്ല് ചെയ്യും? MSB ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 ഉള്ള ഡെസിമൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയപ്പോൾ ഏതൊക്കെ വന്നു? 8 9 10 11. അവിടുത്തെ പാരിറ്റി ചെക്ക് ചെയ്തു. നോക്കൂ, 1 0 1 R8 അല്ലേ? അപ്പോൾ അതിൽ 2 വൺസ് ഈവൺ ആണ് അല്ലേ? ഈവൺ പാരിറ്റി കിട്ടി. അപ്പോൾ R8ൻ്റെ വാല്യൂ എത്രയാണ്? 0. ഓക്കെ ആയോ? അപ്പോൾ R1 R2 R4ഉം R8ഉം ഫില്ലായി. ഇപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഡാറ്റയിൽ R+M ബിറ്റ്സ് ഉണ്ട് അല്ലേ? M ഡാറ്റ ബിറ്റ്സും R റിഡൻഡൻറ്റ് ബിറ്റും. അതിനെല്ലാം ഓരോ വാല്യൂവും നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
അങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്ത ആ വാല്യൂവിൽ നമ്മളെല്ലാം എന്താക്കി വെച്ചിട്ടുണ്ട്, ഈവൺ പാരിറ്റി ആക്കി വെച്ചിട്ടുണ്ട്. ഏത് നോക്കിയാലും എന്ത് കിട്ടണം, ഈവൺ പാരിറ്റി കിട്ടണം അല്ലേ. എല്ലാവരുടെയും ഈവൺ പാരിറ്റി ആക്കി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്തായിരിക്കുന്നത്, ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ഇനി നോക്കൂ, സപ്പോസ് ഇൻ ദ എബോ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ അയച്ച ഡാറ്റയിൽ 6th പൊസിഷനിലത്തെ ഡാറ്റ ചേഞ്ച് വന്നു. കണ്ട, 6th പൊസിഷനിലത്തെ ഡാറ്റ ചേഞ്ച് വന്നു. ഈ 6th പൊസിഷനിലത്തെ ഡാറ്റ ചേഞ്ച് വന്നാൽ ഇവിടെ പാരിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, 2:1 പൊസിഷനിൽ, അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 ഉള്ള പോയിന്റുകൾ എടുത്തിട്ട് പാരിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത 2:1 പൊസിഷനിൽ ഉള്ള നമ്പേഴ്സ് എടുത്തിട്ട് പാരിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. 2:2 പൊസിഷനിലുള്ള നമ്പേഴ്സ് എടുത്ത് പാരിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. 2:3 പൊസിഷനിലുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ഉള്ള നമ്പേഴ്സ് എടുത്തിട്ടും എന്തുണ്ട്, പാരിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ പാരിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയച്ച ഡാറ്റ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, എറർ ഇല്ലാതെയാണ് അവിടെ എത്തിയെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എന്ത് വരേണ്ടതാണ്, 0 വരേണ്ടതാണ് അല്ലേ. ഈ ആൻസർ എല്ലാം എന്ത് വരേണ്ടതാണ്, 0 വരേണ്ടതാണ്. പക്ഷേ ഇവിടെ എന്ത് വന്നു, 6th പൊസിഷനിൽ ഒരു എറർ വന്നു. ആ എറർ വന്നതുകൊണ്ട് ഇവിടുത്തെ പാരിറ്റി ബിറ്റിന് ചേഞ്ച് വന്നു. അതേപോലെ ഇവിടെ ഒരു 6th ബിറ്റിന് എറർ വന്നതുകൊണ്ട് ഇവിടുത്തെ പാരിറ്റി ബിറ്റിനും ചേഞ്ച് വന്നു. അപ്പോൾ നമ്മളുടെ പാരിറ്റി എന്തായി മാറി, 0 1 1 0 എന്നായി നമ്മളുടെ എന്ത്, പാരിറ്റി അല്ലേ. അപ്പോൾ 0 1 1 0 എന്ന് പറഞ്ഞതിൻ്റെ ഡെസിമൽ നമ്പർ എടുക്കാം. What is the decimal representation or decimal equivalent of 0 1 1 0? 6 അല്ലേ. ആ 6th പൊസിഷനിലാണ് എന്തുള്ളത്, എറർ സംഭവിച്ചത് അല്ലേ. നമ്മൾ കൺസിഡർ ചെയ്തത് സപ്പോസ് 6th പൊസിഷൻ 6th ബിറ്റ് ഈസ് ചേഞ്ച്ഡ് ഫ്രം 0 to 1 എന്നല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി, ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ എല്ലാം 0 കിട്ടേണ്ടതായിരുന്നു. ഇവിടെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അത് ഏത് പൊസിഷനിലാണ് എറർ സംഭവിച്ചതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കിട്ടിയ പാരിറ്റി ബിറ്റിൻ്റെ അല്ലെങ്കിൽ പാരിറ്റി സ്ട്രിങ്ങിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇറ്റ് ഈസ് 6. അപ്പോൾ എന്ത് മനസ്സിലായി, 6th പൊസിഷനിലാണ് എറർ സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായി. അപ്പോൾ അവരെന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി 6th ബിറ്റിനെ ഇൻവേഴ്സ് ചെയ്യും, റിവേഴ്സ് ചെയ്യും. 6th ബിറ്റിൽ ഇപ്പോൾ കിടക്കുന്നത് 1 ആണ്. അപ്പോൾ അവിടെ എറർ ഉണ്ടെങ്കിൽ അത് എന്തായിരുന്നേനെ, 0 ആണ്. ശരിക്കും എറർ കറക്റ്റ് ആയിരുന്നെങ്കിൽ, കറക്റ്റ് ഡാറ്റ ആയിരുന്നെങ്കിൽ അവിടെ എന്തായിരുന്നേനെ, 0 ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ 6th ബിറ്റിൽ എറർ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ 6th ബിറ്റിലത്തെ വാല്യൂവിനെ ചേഞ്ച് ചെയ്ത് 0 ആക്കിയിട്ടാണ് ആര് വാങ്ങിക്കുക, റിസീവർ വാങ്ങിക്കുക. ഓക്കെ, മനസ്സിലായോ? ഹാമിംഗ് കോഡ് മനസ്സിലായോ എല്ലാവർക്കും? ശ്രദ്ധിച്ച് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ ഹഫ്മാൻ എൻകോഡിങ് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതുപോലെ സിംഗിൾ ബിറ്റ് എറർ കറക്ഷനിലുള്ള ഒരു മെത്തേഡാണ് ഹഫ്മാൻ എൻകോഡിങ്. ഹഫ്മാൻ എൻകോഡിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നറിയോ, എൻകോഡിങ് ആണ്. ഇറ്റ് ഈസ് എൻ എൻകോഡിങ്, അതായത് ഡാറ്റേനെ എൻകോഡ് ചെയ്ത് അയക്കുകയാണ്. അവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻകോഡിങ് ടെക്നിക്കാണ് ഇത്. ഏത് ഹഫ്മാൻ എൻകോഡിങ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻകോഡിങ് ടെക്നിക്ക്. ഇത് ശരിക്കും എറർ കറക്ഷൻ ഇതിനെ നമുക്ക് പറയാൻ പറ്റില്ല. ഹൗ ടു എൻകോഡ് എ ഡാറ്റ, നമുക്ക് എങ്ങനെ ഡാറ്റേനെ മാറ്റി സെൻഡ് ചെയ്യാം, അതാണ് ഹഫ്മാൻ എൻകോഡിങ്ങിൽ വരുന്നത്. ഓക്കെ, നമ്മളപ്പം എന്ത് ചെയ്യണം, ഡാറ്റേനെ അങ്ങനെ ഡാറ്റയായിട്ട് തന്നെ സെൻഡ് ചെയ്യുന്നതിന് പകരം ഒരു ഹഫ്മാൻ കോഡ് ഉണ്ടാക്കും. ആ ഹഫ്മാൻ കോഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഹഫ്മാൻ കോഡ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ബൈനറി ട്രീ ആണ്. ഓക്കെ, ബൈനറി ട്രീ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ബൈനറി ട്രീ യൂസ് ചെയ്തിട്ടാണ് ഹഫ്മാൻ കോഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ബൈനറി ട്രീയുടെ ഒരു ട്രീ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ പറഞ്ഞു നോഡ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് നോഡ് ഉണ്ട്, പിന്നെ റൂട്ട് നോഡ് ഉണ്ട് അല്ലേ. അതിൽ ലീവ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഏറ്റവും താഴെയുള്ള ലെവലാണ് എന്താ ലീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ലീവ്സിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക, എൻകോഡ് ചെയ്യേണ്ട ക്യാരക്ടേഴ്സായിട്ട് കണക്കാക്കുന്നു. സപ്പോസ് ABCD എന്ന് വയ്ക്കണമെങ്കിൽ ആ എക്ക് നമ്മളൊരു ബൈനറി റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കുകയാണ്, ബിക്ക് നമ്മളൊരു ബൈനറി റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ ABCD ഒക്കെ എവിടെയാണ് ഉണ്ടാവുക, റൂട്ട് നോഡിലാണ് ഉണ്ടാവുക. ഓക്കെ, നോഡ്സ് ക്യാരി ഒക്കറൻസ് പ്രോബബിലിറ്റീസ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ബിലോങ്ങിങ് ടു ദ
സബ് ട്രീ. അങ്ങനെ നമ്മൾ ഈ സബ് ട്രീയിൽ എത്ര എന്താ പറയുക ക്യാരക്ടേഴ്സ് എത്ര തവണ വരുന്നുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ട്രീ കംപ്ലീറ്റ് ആക്കുന്നത്. എന്തൊക്കെ കമ്പൈൻ ചെയ്യാം എന്നുള്ളത് നോക്കിയിട്ട്. പിന്നെ ഇവിടെ പ്രോബബിലിസ്റ്റിക് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്കൽ എൻകോഡിംഗ് ആണ് നമ്മൾ പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെയിൻ പ്രത്യേകത എന്താ, അവിടെ ഇറ്റ്സ് എ പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടെ ഈ ഹഫ്മാൻ എൻകോഡിങ്ങിൽ നമുക്ക് ഒരു ഡാറ്റ തന്നിട്ട് ആ ഡാറ്റയുടെ പ്രോബബിലിറ്റി ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി തരും, പ്രോബബിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ട്രീ ഉണ്ടാക്കുന്നത്. ഓക്കെ, ബൈനറി ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഡാറ്റ തരും, അതിൻ്റെ പ്രോബബിലിറ്റി തരും, എന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ബൈനറി ട്രീ ഉണ്ടാക്കുന്നത്, പ്രോബബിലിറ്റീനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ എക്സാമ്പിൾ. ഈ എന്താ പറയുക ഹഫ്മാൻ എൻകോഡിങ്ങിൽ ഇപ്പം നമ്മൾ ഇവിടുത്തെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടുത്തെ എക്സാമ്പിളിൽ സെൻഡ് ചെയ്യേണ്ട ഡാറ്റയിലുള്ള സിമ്പിൾസ് എന്ന് പറയുന്നത് ABCDE 5 സിമ്പിളാണ് സെൻഡ് ചെയ്യേണ്ട ഡാറ്റയിൽ ഉള്ള സിമ്പിൾസ്. ഈ ഓരോ സിമ്പിളിനും അവരെന്ത് തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. നോക്കൂ, P of A എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.16, P of B 0.51, P of C 0.09, P of D 0.13, P of E 0.11. ഇതൊക്കെ എന്താണ്, സെൻഡ് ചെയ്യേണ്ട സിമ്പിൾസിൻ്റെ പ്രോബബിലിറ്റിയാണ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോർട്ട് ഓൾ സിമ്പിൾസ് അക്കോർഡിംഗ് ടു ദെയർ പ്രോബബിലിറ്റീസ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ആ പ്രോബബിലിറ്റീസ് ഒക്കെ നോക്കുക. ആ പ്രോബബിലിറ്റീസ് നോക്കിയിട്ട് അതിനെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളതിനെ ലെഫ്റ്റിൽ എഴുതുക. എന്നിട്ട് അസെൻഡിങ് ഓർഡറിൽ എഴുതി ഫുള്ള് എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക, സോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കിയാൽ പ്രോബബിലിറ്റീസ് ഇൻക്രീസിങ് ഓർഡറിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം. നോക്കൂ, 0.09, 0.11, 0.13, 0.16 ആൻഡ് 0.51. അങ്ങനെ ഓർഡറിൽ എന്ത് ചെയ്യുക, പ്രോബബിലിറ്റിയുടെ ഓർഡറിൽ, അസെൻഡിങ് ഓർഡറിൽ ഇതിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുക, സോർട്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ അറിയോ, ബിൽഡ് എ ബൈനറി ട്രീ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അങ്ങനെ ഒരു ബൈനറി ട്രീ എങ്ങനെ ഉണ്ടാക്കും എന്നറിയോ, ഓൾവേസ് കണക്ട് 2 സ്മോളർ നോഡ്സ് ടുഗദർ. അതായത് ഈ തന്നിട്ടുള്ള പ്രോബബിലിറ്റിയിൽ ഇപ്പോൾ നോക്കൂ, 4-5 പ്രോബബിലിറ്റി നമ്മുടെ കയ്യിലുണ്ട് അല്ലേ, അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 2 എടുക്കുക. ഇപ്പം നമ്മൾ ഓൾറെഡി അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയത് എന്നതുകൊണ്ട് ലെഫ്റ്റിലുള്ള 2 എന്ത്, ഏറ്റവും സ്മോളസ്റ്റ്. എന്നിട്ട് ആ 2 നമ്മൾ ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്യിക്കേണ്ട സമയത്ത് നോക്കൂ, P of Cയും P of Eയും ജോയിൻ ചെയ്യാം. അപ്പോൾ എന്ത് ആൻസർ കിട്ടും, 0.9 + 0.11 എത്ര ആൻസർ കിട്ടും, 0.2 ആൻസർ കിട്ടും അല്ലേ. നോക്കൂ, കണ്ടോ, 0.2 ആൻസർ കിട്ടും. ഇനി അടുത്തത് എന്ത് ചെയ്യുക, അടുത്ത സ്മോളസ്റ്റ് ഏതൊക്കെയാണ്, 0.13, 0.16. ഇവിടെ നമ്മൾ 0.2 ഉണ്ട് അല്ലേ. ഇവിടെ P of CE കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് പക്ഷേ എത്രയാണ്, 0.2 ആണ്. പിന്നെ 0.13 ഉണ്ട്, 0.16 ഉണ്ട്, 0.51 ഉണ്ട്. അതിൽ ഏറ്റവും ചെറുത് 0.13, 0.16 ആണ്. അപ്പോൾ അത് തമ്മിൽ ജോയിൻ ചെയ്യുക. കണ്ടോ, അതിൻ്റെ ആൻസറായിട്ട് എത്ര കിട്ടി, 0.29 കിട്ടി. ഇനി നമ്മുടെ കയ്യിലുള്ളത് 0.20, 0.29, 0.51. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതൊക്കെയാണ്, 0.20ഉം 0.29ഉം. അപ്പോൾ അത് തമ്മിൽ കമ്പൈൻ ചെയ്തു നെക്സ്റ്റ്. എന്നിട്ട് ആൻസർ 0.49. പിന്നെ നമ്മുടെ കയ്യിലുള്ള 0.49ഉം 0.51ഉം അത് തമ്മിൽ ജോയിൻ ചെയ്താൽ എന്ത് കിട്ടണം, 1 കിട്ടണം. നമ്മൾ ബിൽഡ് ചെയ്ത ട്രീ കറക്റ്റ് ആണോ എന്നറിയാനുള്ളൊരു മെത്തേഡാണ് ഏറ്റവും അവസാനം എന്ത് കിട്ടണം, 1 ആൻസർ കിട്ടുക എന്നുള്ളത്. ഓക്കെ, കാരണം ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കണം, 1. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചൊരു തിയറമാണ് അല്ലേ, ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പം നമ്മൾ പറയും ഓൾവേസ് കണക്ട് 2 സ്മോളർ നോഡ്സ് ടുഗദർ. കണ്ടോ, P of CE and P of DA had both probabilities that were smaller than P of B. ഈ P of ഇത് 0.20ഉം 0.29ഉം ആണ് ചെറുത് 0.51നേക്കാട്ടിലും. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യിക്കണം. ഓക്കെ, ഹെൻസ് ദോസ് 2 ഡിഡ് കണക്ട് ഫസ്റ്റ്. അങ്ങനെ ബിൽഡ് ചെയ്ത് നമ്മളൊരു ബൈനറി ട്രീ ഉണ്ടാക്കി. ഇനി ഈ ബൈനറി ട്രീ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ABCDE എന്ന് പറഞ്ഞ 5 സിമ്പിളിനെ എൻകോഡ് ചെയ്യും എന്നുള്ളത് നോക്കാം.
എങ്ങനെ എൻകോഡ് ചെയ്യും നോക്കുക. ലേബൽ ലെഫ്റ്റ് ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ വിത്ത് 0 ആൻഡ് റൈറ്റ് ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ വിത്ത് 1. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഈ ട്രീയിൽ എല്ലാ ലെഫ്റ്റിലും നമ്മൾ എന്ത് കൊടുക്കുക 0 എന്ന് കൊടുക്കുക, എല്ലാ റൈറ്റിലും എന്ത് കൊടുക്കുക 1 എന്ന് കൊടുക്കുക. ലെഫ്റ്റിൽ 0 റൈറ്റിൽ 1, ലെഫ്റ്റിൽ 0 റൈറ്റിൽ 1, ലെഫ്റ്റിൽ 0 റൈറ്റിൽ 1. അങ്ങനെ കൊടുത്ത് കിട്ടിയിട്ടുള്ള ട്രീ ആണ് ഇത്. കണ്ടോ 0 0 1 1 ഓരോന്നും അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എങ്ങനെ എയുടെ സിമ്പിൾ കണ്ടുപിടിക്കും? ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? പി ഓഫ് എ ഇവിടെയാണ് അല്ലേ? അപ്പോൾ ഈ റൂട്ട് നോഡിൽ നിന്ന് എയിലേക്ക് എത്താൻ ഏത് പാത്തിലൂടെ നമുക്ക് പോകണം? ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വരണം അല്ലേ? ആ പാത്തിൽ വരുന്ന വാല്യൂസ്, ബൈനറി വാല്യൂസ് നോക്കൂ, 0 1 1. ഓക്കെ, അപ്പോൾ എനെ നമുക്ക് എങ്ങനെ എൻകോഡ് ചെയ്യാം? 0 1 1. ബീനെ നമുക്ക് എങ്ങനെ എൻകോഡ് ചെയ്യാം? ബി എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ, ജസ്റ്റ് 1. സീനെ എൻകോഡ് ചെയ്യാം എങ്ങനെയാ? സിയുടെ എൻകോഡിങ് എങ്ങനെയാണ് വരിക? 0 0 0. ഓക്കെ, ഇങ്ങനെ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം? എൻകോഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കിട്ടിയിട്ടുള്ള വാല്യൂസ് ആണ് ഇത്. ക്രിയേറ്റ് ഹഫ്മാൻ കോഡ്. എങ്ങനെ? സിമ്പിൾ ഓഫ് എ 0 1 1, symbol of B 1, symbol of C 0 0 0, symbol of D 0 1 0, symbol of E 0 0. നിങ്ങളിത് തനിയെ ചെയ്ത് നോക്കുക. ഈ പ്രോബബിലിറ്റി വാല്യൂസ് മാത്രം എടുത്തിട്ട് ഇതാ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ച ഈ പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് സി, പി ഓഫ് ടി, പി ഓഫ് ഡി, ഈ 5 വാല്യൂസ് മാത്രം കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓരോ സ്റ്റെപ്പും എന്താണെന്ന് ഓർത്ത് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഹഫ്മാൻ എൻകോഡിങ് എന്താണെന്നുള്ളത് സിമ്പിളാണ്. 1 2 പ്രാവശ്യം ചെയ്താൽ പിന്നെ നമുക്ക് ഈസി ആയിരിക്കും. ഓക്കെ, ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എന്തും ഹാമിങ് കോഡും നിങ്ങൾ തനിയെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. 1 2 പ്രാവശ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബൈ ഹാർട്ടായി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാണ് ഹഫ്മാൻ എൻകോഡിങ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്? എറർ കൺട്രോളിലത്തെ 2 ടോപ്പിക്സ് വരുന്നത്. ഇനി അടുത്തത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു ഹെഡിങ് എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് കൺട്രോളാണ്. ഡാറ്റ ലിങ്ക് ലെയർ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഡാറ്റ ലിങ്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഡാറ്റ ലിങ്ക് കൺട്രോളിൽ 3 ടൈപ്പാണ് കൺട്രോൾസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ലൈൻ ഓഫ് കൺട്രോൾ, സെക്കൻഡ് വൺ ഫ്ലോ കൺട്രോൾ, തേർഡ് വൺ എറർ കൺട്രോൾ. 3 ടൈപ്പ് കൺട്രോൾസാണ് പഠിക്കാനുള്ളത്. അതിൽ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയുക, സെൻറ്ററും റിസീവറും തമ്മിൽ, സെൻറ്റർ സെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ റിസീവറിന് റിസീവ് ചെയ്യാൻ പറ്റണം അല്ലേ? റിസീവർ റെഡി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ സെൻറ്ററിന് അത് സെൻഡ് ചെയ്തിട്ട് കിട്ടുമോ? റിസീവറിന് കിട്ടുമോ? ഇല്ല. അങ്ങനെ ഒരു ലൈൻ ഓഫ് കോൺഫിഗറേഷൻ റെഡിയാക്കുക എന്നുള്ളതാണ് ലൈൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ലൈൻ ഡിസിപ്ലിനിൽ വരുന്നത്. ഓക്കെ, ഫ്ലോ കൺട്രോൾ എന്താ? ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? റിസീവർക്ക് കുറേ മെസ്സേജസ് ഒന്നിച്ച് വന്ന് ഓവർലോഡായിട്ട് റിസീവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാതിരിക്കുക. റിസീവറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രം സെൻറ്റർ സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫ്ലോ കൺട്രോൾ. എറർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഫ്രെയിം അല്ലെങ്കിൽ ഓരോ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോഴും എറർ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എറർ ലോസ്റ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെയുള്ള ലോസ്റ്റ് ആയ ഫ്രെയിംസിനെയോ അല്ലെങ്കിൽ എറർ ആയിട്ടുള്ള ഡാറ്റേനെയോ ഒന്നുകിൽ റീസെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത എറർ കൺട്രോൾ വരുന്നത്. ഓക്കെ, ഈ 3 ടോപ്പിക്കാണ് അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ലൈൻ ഓഫ് കൺട്രോളിൽ വരുന്ന 2 ടെക്നിക്സ് ആണ്. ഫസ്റ്റ് വൺ എൻക്വയറി ആക്നോളജ്മെൻറ്റും സെക്കൻഡ് വൺ പോൾ സെലക്റ്റും. ഫ്ലോ കൺട്രോളിൽ വരുന്ന 2 സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് കൺട്രോളും സ്ലൈഡിംഗ് വിൻഡോ കൺട്രോളും. പിന്നെ എറർ കൺട്രോളിൽ ഇതേപോലെ തന്നെ, പക്ഷെ അവിടെ എറർ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ഒരു കോൺസെപ്റ്റാണ് ARQ. ARQ എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ്.
അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്രെയിംസിനെ സെൻഡ് ചെയ്യാൻ റിപ്പീറ്റഡ്ലി നെക്സ്റ്റ് ഒരു പ്രാവശ്യം കൂടിയും സെൻഡ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്നതിനാണ് ഓട്ടോമാറ്റിക് റിപ്പീറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ്. ആ ARQ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എറർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിലും 2 ടൈപ്പ് ഉണ്ട്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ, സ്ലൈഡിംഗ് വിൻഡോ ARQ. സ്ലൈഡിംഗ് വിൻഡോനെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് ഗോ ബാക്ക് ഇൻ ARQ, സെലക്ട് റിപ്പീറ്റ് റിക്വസ്റ്റ് ARQ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് നോക്കാം, ലൈൻ ഓഫ് കൺട്രോൾ നോക്കാം. ലൈൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ലൈൻ ഡിസിപ്ലിൻ. അവിടെ എന്താണ്, പ്രോസസ് ഓഫ് കോർഡിനേറ്റിംഗ് ഹാഫ് ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ ഓൺ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. എന്താണ്, ഡാറ്റ നെറ്റ്വർക്കിൽ ലൈൻ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാഫ് ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷനെ കോർഡിനേറ്റ് ചെയ്യുക. അതായത് അറ്റ് എ ടൈം ഒരാൾ തന്നെ ഒരേ എന്താ പറയുക ലൈനിൽ കൂടെ ഒരുപാട് പേര് ഡാറ്റ സെൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ സെൻറ്റർ സെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ഡാറ്റ ആർക്കുള്ളതാണ് അല്ലെങ്കിൽ റിസീവർക്കുള്ളതാണ്, അല്ലെങ്കിൽ ആ റിസീവർ അത് വാങ്ങിക്കാൻ റെഡി ആവുക. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് എന്തിൽ വരുന്നത്, ലൈൻ ഡിസിപ്ലിനിൽ വരുന്നത്. അപ്പോൾ ഈ ലൈൻ ഡിസിപ്ലിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, എസ്റ്റാബ്ലിഷിംഗ് ലോജിക്കൽ കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻസ്. എന്താണ്, സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിലൊരു ബന്ധം ഉണ്ടാവുക. എന്നാലാണ് സോഴ്സ് സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഡെസ്റ്റിനേഷനിൽ കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നോഡിൽ തന്നെയാണോ ഡാറ്റ കിട്ടുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ സെക്കൻഡ് വൺ, എൻഷുറിങ് ദാറ്റ് ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ ഈസ് റെഡി ആൻഡ് കാപ്പബിൾ ഓഫ് റിസീവിങ് ഡാറ്റ. അതായത് ഡെസ്റ്റിനേഷൻ ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി ആണോ, ക്യാപ്പബിൾ ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യാം. ഇത് രണ്ടും ചെയ്താൽ തന്നെ എന്തായി, ലൈൻ ഡിസിപ്ലിൻ ആയി. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എൻക്വയറി ആക്നോളജ്മെൻറ്റും പോൾ സെലക്ഷൻ അല്ലെങ്കിൽ പോൾ സെലക്ട് മെത്തേഡ്. ഓക്കെ, അതിനാദ്യം എൻക്വയറി ആക്നോളജ്മെൻറ്റ്. ബെസ്റ്റ് സ്യൂട്ടഡ് ടു സിമ്പിൾ നെറ്റ്വർക്ക് എൻവിറോൺമെൻറ്റ്സ് ലൈക്ക് 2 പോയിൻറ്റ്സ് നെറ്റ്വർക്ക്. അതായത് 2 മെഷീൻസ് തമ്മിൽ കണക്ട് ചെയ്യാൻ ഡയറക്റ്റ് കണക്ഷനൊക്കെ ഉള്ള നെറ്റ്വർക്ക്, ചെറിയ ചെറിയ കണക്ഷനിലൊക്കെ ആണെങ്കിലാണ് എന്ത് കുറച്ച് സ്യൂട്ടബിൾ ആയിരിക്കുക, എൻക്വയറി ആക്നോളജ്മെൻറ്റ് സ്യൂട്ടബിൾ ആയിരിക്കുക. അവിടെ എന്താ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഒരു ഫ്രെയിമോ അല്ലെങ്കിൽ ഒരു ഡാറ്റ സെൻഡ് ചെയ്യണം, ഒരു പാക്കറ്റ് ഓഫ് ഡാറ്റ സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ടാവും ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രെയിമിങ്ങിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നതിന് മുൻപേ അതിൻ്റെ ഡെസ്റ്റിനേഷൻ റെഡി ആണോ അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ചോദിക്കുക. ഇഫ് ഇറ്റ് ഈസ് റെഡി ടു റിസീവ് ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി ആണോ എന്നുള്ളതൊന്ന് ചോദിക്കുക. അതാണ് എൻക്വയറി എന്ന് പറയാം. ഓക്കെ, ടു ഡിറ്റർമൈൻ ഇഫ് ഇറ്റ് ഈസ് റെഡി ടു റിസീവ് ഡാറ്റ. അങ്ങനെ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു എൻക്വയറി കൊടുത്തു കഴിഞ്ഞാൽ റിസീവർക്ക് 2 ഉത്തരങ്ങളാണ് ഉണ്ടാവുക. ഒന്നുകിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് എക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ് എക്നോളജ്മെൻറ്റ്. പോസിറ്റീവ് എക്നോളജ്മെൻറ്റിനെ നമ്മൾ ജസ്റ്റ് ACK എന്ന് വിളിക്കും, നെഗറ്റീവ് എക്നോളജ്മെൻറ്റിനെ NCK NAK എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ആ റിസീവർ അത് ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ എന്ത് കൊടുക്കും, ആക്നോളജ്മെൻറ്റ് കൊടുക്കും. അല്ലെങ്കിലോ നെഗറ്റീവ് ആക്നോളജ്മെൻറ്റ് കൊടുക്കും. ഇതാണ് എന്ത്, എൻക്വയറി ആക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എൻക്വയറി ആക്നോളജ്മെൻറ്റിൻ്റെ ചിത്രം നോക്കുക, ഫിഗർ നോക്കൂ. സ്റ്റേഷൻ എ ആദ്യം എൻക്വയറി ചെയ്തു, അപ്പോൾ സ്റ്റേഷൻ ബി എന്ത് ചെയ്തു, ആക്നോളജ്മെൻറ്റ് ചെയ്തു. അങ്ങനെ ഒരു എൻക്വയറിയും ഒരു ആക്നോളജ്മെൻറ്റ് ഫ്രെയിമും, ഒരു എൻക്വയറി ഫ്രെയിം അങ്ങോട്ടും ഒരു ആക്നോളജ്മെൻറ്റ് ഫ്രെയിം ഇങ്ങോട്ടും കിട്ടിയാൽ മാത്രമാണ് എന്ത് സെൻഡ് ചെയ്യുന്നത്, മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. അതന്നെ പാക്കറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ തന്നെ നോക്കൂ, ഓരോ പാക്കറ്റിനും ഓരോ മെസ്സേജിനും ആക്നോളജ്മെൻറ്റ് കിട്ടുന്നുണ്ട് അല്ലേ. പക്ഷേ മെസ്സേജ് 2 സെൻഡ് ചെയ്തപ്പോൾ നോക്കൂ, നെഗറ്റീവ് ആക്നോളജ്മെൻ്റ് ആണ് കിട്ടിയത്. അപ്പോൾ സെൻറ്റർ എന്താ ചെയ്തത്, റീട്രാൻസ്മിറ്റ് ചെയ്തു. കണ്ടോ, ആ രണ്ടും ശ്രദ്ധിക്കുക. നെഗറ്റീവ് ആക്നോളജ്മെൻറ്റ് കിട്ടി, അപ്പോൾ സ്റ്റേഷൻ എ എന്ത് ചെയ്തു, വീണ്ടും റീട്രാൻസ്മിറ്റ്, മെസ്സേജ് 2 എന്ന് പറയുന്നത് റീട്രാൻസ്മിറ്റ് ചെയ്തു. എപ്പോൾ പോസിറ്റീവ് ആക്നോളജ്മെൻറ്റ് കിട്ടുന്നത് വരെ. ഓക്കെ, ഇനി ഈ മെസ്സേജ് 3 എന്ന് പറയുന്നത് എൻഡ് ഓഫ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ലോട്ട് കൊടുത്തു. അപ്പോൾ അതിനും ആക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം അവിടെ എന്തായി, ആ ഡാറ്റ ട്രാൻസ്ഫർ സ്റ്റോപ്പായി അല്ലെങ്കിൽ ആ കണക്ഷൻ സ്റ്റോപ്പായി. ഓക്കെ, ഇതാണ് എൻക്വയറി ആക്നോളജ്മെൻറ്റ്.
അടുത്തത് പോൾ സെലക്ട്. പോൾ സെലക്ട് കൂടുതലും നമ്മൾ ഈ സ്റ്റാർ ടോപ്പോളജി ഒക്കെ കണ്ടിട്ടില്ലേ, ഒരു സെൻട്രൽ സിസ്റ്റം ഉണ്ടാവും, അതിന് കുറേ സബ് സിസ്റ്റംസും ആ സെൻട്രൽ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് എന്ത് യൂസ് ചെയ്യുക, പോൾ സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുക. സ്യൂട്ടബിൾ ഫോർ സെൻട്രലി കൺട്രോൾഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് യൂസിങ് മൾട്ടി പോയിന്റ് ടോപ്പോളജി. അതിൽ പോൾ എന്ന് പറഞ്ഞാൽ എന്താ, 2 ടൈപ്പ് ഡാറ്റ ട്രാൻസ്ഫർ ആണ് ആ പോൾ സെലക്റ്റിൽ നടക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് എൻക്വയറി അക്നോളജ്മെൻറ്റ് ഏത് വേണമെങ്കിലും സോഴ്സ് ആവാം, ഏത് വേണമെങ്കിലും റിസീവർ ആവാം. അവിടെ എന്തില്ല, സെൻട്രൽ സിസ്റ്റം അല്ലെങ്കിൽ സബ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എവിടെ ഇല്ല, എൻക്വയറി അക്നോളജ്മെൻറ്റിൽ ഇല്ല. നമ്മളങ്ങനെയല്ല, നമ്മൾ സ്മോൾ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ് എൻക്വയറി അക്നോളജ്മെൻറ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ എല്ലാ സിസ്റ്റവും ഒരേപോലെയാണ്. ഏത് സിസ്റ്റത്തിന് വേണമെങ്കിലും സോഴ്സും ആവാം, ഏത് സിസ്റ്റത്തിന് വേണമെങ്കിലും റിസീവറും ആവാം അല്ലേ, ഡെസ്റ്റിനേഷനും ആവാം. പക്ഷേ പോൾ സെലക്റ്റിൽ അങ്ങനെയല്ല. എങ്ങനെയാണ്, ഒരു സെൻട്രൽ സിസ്റ്റം ഉണ്ട്, കുറേ സബ് സിസ്റ്റംസും ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ 2 കേസ്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ സബ് സിസ്റ്റത്തിന് സെൻട്രൽ സിസ്റ്റത്തിനോട് ഒരു കാര്യം പറയാനുണ്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് പോളിംഗ് എന്ന് പറഞ്ഞ് ചെയ്യുക. അവിടെ എന്താ നടക്കുന്നത് പോളിങ്ങിൽ, എ സോളിസിറ്റേഷൻ സെൻഡ് ഫ്രം ദ പ്രൈമറി, അതായത് സെൻട്രൽ സിസ്റ്റത്തിനെയാണ് പ്രൈമറി എന്ന് വിളിക്കുന്നത്, സബ് സിസ്റ്റത്തെയാണ് സെക്കൻഡറി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് സെൻഡ് ഫ്രം പ്രൈമറി ടു സെക്കൻഡറി ടു ഡിറ്റർമൈൻ ഇഫ് ദ സെക്കൻഡറി ഹാസ് ഡാറ്റ ടു ട്രാൻസ്മിറ്റ്. പോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെസ്സേജ് സെൻട്രൽ സിസ്റ്റത്തിൽ നിന്ന്, അതായത് പ്രൈമറി സിസ്റ്റത്തിൽ നിന്ന് സെക്കൻഡറി സിസ്റ്റത്തിലേക്ക് ഒരു മെസ്സേജ് കൊടുത്തു, ഒരു ഫ്രെയിം കൊടുത്തു. അതെന്ത് വേണ്ടിയിട്ടാണ്, ടു ഡിറ്റർമൈൻ ഇഫ് ദ സെക്കൻഡറി ഹാസ് ഡാറ്റ ടു ട്രാൻസ്മിറ്റ്. സെക്കൻഡറിക്ക് ഡാറ്റ എന്തെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യാനുണ്ടോ. അപ്പോൾ സപ്പോസ് നിങ്ങളൊരു ക്ലാസ്സിലിരിക്കുകയാണ്, അപ്പോൾ ടീച്ചർ പറയാണ് ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ആ സിറ്റുവേഷൻ ആലോചിച്ചാൽ മതി. ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ. അപ്പോൾ ആ കുട്ടിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, യെസ് മാം എന്ന് പറയും അല്ലേ, പറയാനുണ്ട്. ഇല്ലെങ്കിലോ നോ എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്ത്, സെലക്ഷൻ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓക്കെ അക്നോളജ്മെൻറ്റ്, പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് കൊടുത്ത് ഡാറ്റ കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കണ്ട. നോക്കൂ, കണ്ടോ, പോൾ എ. അപ്പോൾ സെക്കൻഡറി എന്താ പറഞ്ഞത്, നെഗറ്റീവ് അക്നോളജ്മെൻറ്റ്, ഇല്ല എനിക്കൊന്നും പറയാനില്ല. പോൾ ബി, ബീനെ പോൾ ചെയ്തപ്പോഴോ എന്താ പറഞ്ഞത്, സെക്കൻഡറി ബിക്ക് പറയാനുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, യെസ് എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ മെസ്സേജ് സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, പ്രൈമറി സെക്കൻഡറി ബീനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യല്ല, പോളാണ് കേട്ടോ, പോൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. പോൾ എയും പോൾ ബിയും മാത്രമാണ് ഇതുവരെ പറഞ്ഞത്. എന്താണ് പോളിംഗ്? പോളിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈമറി സിസ്റ്റം ഓരോ സെക്കൻഡറി സിസ്റ്റത്തിനോടും ചോദിക്കും ഇഫ് യു വാണ്ട് ടു സെൻഡ് എനി ഡാറ്റ. അതിന് പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ആർക്ക് സെൻഡ് ചെയ്യും, പ്രൈമറിക്ക് സെൻഡ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിലോ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യും. അത്രയാണ് പോളിംഗ് പറയാം കേട്ടോ. ഇനി സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോളിംഗ് ഒന്ന് വായിച്ചു നോക്കൂ. എ സോളിസിറ്റേഷൻ സെൻഡ് ഫ്രം ദ പ്രൈമറി ടു സെക്കൻഡറി ടു ഡിറ്റർമൈൻ ഇഫ് ദ ഡാറ്റ ഹാസ് ടു ബി ട്രാൻസ്മിറ്റഡ്, സെൻഡ് ടു വൺ സ്റ്റേഷൻ അറ്റ് എ ടൈം. ഓക്കെ, സെക്കൻഡറി റെസ്പോൺസ് വിത്ത് ഐദർ എ മെസ്സേജ് ഓർ എ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ്. ഒന്നുകിൽ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി സെലക്ഷൻ എങ്ങനെയായിരുന്നു, ഹൗ ദ പ്രൈമറി ഡെസിഗ്നേറ്റ്സ് എ സെക്കൻഡറി ആസ് എ ഡെസ്റ്റിനേഷൻ, എ ക്വറി ഇഫ് ദ ഡെസ്റ്റിനേഷൻ ഈസ് റെഡി ടു റിസീവ് ഡാറ്റ. അതായത് പ്രൈമറിക്ക് ഡാറ്റ സെൻഡ് ചെയ്യണം, സെൻട്രൽ സിസ്റ്റത്തിന് സബ് സിസ്റ്റത്തിനോട് ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്ത് പറയുക, ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു സെലക്ഷൻ മെസ്സേജ് കൊടുക്കുക. ഇഫ് യു വാണ്ട് ടു യു ആർ റെഡി ടു റിസീവ് ദ മെസ്സേജ്, ആ മെസ്സേജ് റിസീവ് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിക്കുക. ഓക്കെ, ക്യാൻ ബി ബ്രോഡ്കാസ്റ്റ് ടു ഓൾ സെക്കൻഡറി സ്റ്റേഷൻസ്. എല്ലാവർക്കും കൂടി ഒന്നിച്ചൊരു സെലക്ഷൻ മെസ്സേജ് കൊടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ
എന്ത് ചെയ്യുക, ഒറ്റയ്ക്കും കൊടുക്കാം. അത് പ്രൈമറി തീരുമാനിക്കുന്നതാണ്. ഈ സെക്കൻഡറി സ്റ്റേഷൻ അപ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ റെസ്പോൺസ് വിത്ത് ഐദർ എ പോസിറ്റീവ് അക്നോളജ്മെൻറ്റ്, ഒന്നുകിൽ പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് എ സിക്ക് കൊടുക്കും, യെസ് ഐ ആം റെഡി ടു റിസീവ് ദ മെസ്സേജ് ദാറ്റ് ഈസ് സെൻഡ് ഫ്രം യു, അല്ലെങ്കിലോ ഓർ എ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് കൊടുക്കും, ഓ സോറി ഐ എം ബിസി, അല്ലെങ്കിൽ ഐ എം നോട്ട് റെഡി ടു റിസീവ് ദ മെസ്സേജ്. അതാണ് ഇവിടുത്തെ സെലക്ഷൻ ബി എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. ഓക്കെ, സെലക്ഷൻ ബി എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രൈമറി സിസ്റ്റത്തിന് സെക്കൻഡറി സിസ്റ്റത്തിലേക്ക് ഒരു ഡാറ്റ കൊടുക്കാനുണ്ട്. അതിന് റെഡിയാണോ എന്നുള്ളതാണ് എന്ത് ചോദിക്കുന്നത്, സെലക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കൊണ്ട് ചോദിക്കുന്നത്. അപ്പോൾ വിത്ത് പോസിറ്റീവ് അക്നോളജ്മെൻ്റ് ആണ് തിരിച്ചു വന്നത് അല്ലേ, അതുകൊണ്ടാണ് അവിടെ മെസ്സേജ് സെൻഡ് ചെയ്തത്. ഓക്കെ, നേരെ മറിച്ച് നോക്കൂ, സെലക്ഷൻ സി എന്ന് പറഞ്ഞു കൊടുത്തു. സി എന്ന് പറഞ്ഞ സെക്കൻഡറി സിസ്റ്റത്തിൻ്റെ അടുത്ത് ചോദിച്ചു ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡിയാണോ എന്ന്. അപ്പോൾ സി എന്ത് പറഞ്ഞു, നോ, നെഗറ്റീവ് അക്നോളജ്മെൻ്റ് ആണ് അല്ലേ, നോ ഐ എം നോട്ട് റെഡി ടു റിസീവ് ഡാറ്റ. അപ്പോൾ അവിടെ എന്ത് ചെയ്തില്ല, മെസ്സേജ് സെൻഡ് ചെയ്തില്ല. അതാണ് സെലക്ഷൻ. ഈ പോൾ സെലക്റ്റും എൻക്വയറി അക്നോളജ്മെൻറ്റും രണ്ട് മെത്തേഡാണ് എന്തിനു വേണ്ടിയിട്ട്, ലൈൻ ഓഫ് ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് മെത്തേഡ്, ഫണ്ടമെൻ്റൽ രണ്ട് മെത്തേഡ്സ് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന രണ്ട് ടോപ്പിക്സ് ആണ് ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും. അത് രണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. രണ്ടും കുറച്ച് റിലേറ്റഡ് ആണ്, അതുകൊണ്ട് അത് രണ്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇതുവരെ എടുത്തത് നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, പഠിക്കാതെ വിടരുത്, ഇമ്പോർട്ടൻ്റ് ആണ്.